ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെയാണ് ബ്രസീലിൻ്റെ ദേശീയ ടീം മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവന്നത്. ഡൊറിവാൾ ജൂനിയർക്ക് കീഴിൽ മോശം പ്രകടനം നടത്തിയതോടുകൂടിയാണ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈയൊരു പരിശീലകനെ കൊണ്ടുവരാൻ ബ്രസീൽ നിർബന്ധിതരായത്. പ്രമുഖ ബിസിനസ്മാനായ ഡിയേഗോ ഫെർണാണ്ടസ് ആയിരുന്നു ഇതിൻ്റെ ഇടനിലക്കാരനായിക്കൊണ്ട് പ്രവർത്തിച്ചത്. അതായത് അദ്ദേഹമാണ് കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീലിലേക്ക് കൊണ്ടുവന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതേക്കുറിച്ച് ഇപ്പോൾ ഡിയേഗോ ഫെർണാണ്ടസ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിൻ്റെ മോശം അവസ്ഥ കണ്ടതോടുകൂടി കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഡിയേഗോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത്. റയലിനകത്ത് മികച്ച പ്രകടനം നടത്തുന്ന വിനീഷ്യസ് ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. ഇതും കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡിയേഗോ ഫെർണാണ്ടസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നവംബർ 2024 ബ്രസീൽ വെനിസേലയോട് സമനില വഴങ്ങിയിരുന്നു. അന്നാണ് ഞാൻ ഈ പരിശീലകനെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. കാരണം ബ്രസീലിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, ഒരു ശൈലിയും ഉണ്ടായിരുന്നില്ല. വിനീഷ്യസ് റയൽ മാഡ്രിഡിൽ മികച്ച പ്രകടനം നടത്തി, പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിൽ അദ്ദേഹം മോശമായിരുന്നു. ഇതോടുകൂടി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവന്നാൽ ഇതിനൊരു പരിഹാരമാകുമെന്ന്. പക്ഷെ അത് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. താരങ്ങൾ പരിശീലകനെ വിശ്വസിക്കുന്നുണ്ട്, കാരണം അദ്ദേഹം നമ്പർ 1 ആണ്. പക്ഷെ ബ്രസീലിലെ ആരാധകർക്ക് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മൾ 5 വേൾഡ് കപ്പ് നേടിയത് ബ്രസീലിയൻ പരിശീലകരെ വെച്ചുകൊണ്ടാണ്, അതുകൊണ്ട് തന്നെ ഒരു വിദേശ പരിശീലകനെ ആവശ്യമില്ല എന്നായിരുന്നു പല ബ്രസീലിയൻ ആരാധകരും പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതാണ് ഡിയേഗോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ കുറച്ചധികം മത്സരങ്ങൾ ബ്രസീൽ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു. സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ഇപ്പോഴും ബ്രസീൽ പുറത്തെടുക്കുന്നത്. ചില തോൽവികളും സമനിലകളും ഒക്കെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും കാർലോ ആഞ്ചലോട്ടി ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.